സോ ഹായ് മക്കളെ, നമ്മളിപ്പം ഹൊസപ്പേട്ടിലാണുള്ളത്. ഇവിടെ നേരെ ഹംപിയിലോട്ട് പോകണം. ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ നടന്നിട്ട് വേണം ഹൊസപ്പേട്ട് ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്നിട്ട് ബസ് പിടിച്ച് നേരെ ഹംപി. ദിസ് ഈസ് ദ പ്ലാൻ. സോ നമുക്ക് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. കർണാടകയിൽ എന്താ സ്പെഷ്യൽ? മസാല ദോശ. നല്ല ഒതന്റിക് മസാല ദോശ കിട്ടണമെങ്കിൽ ഇവിടെ വരണം. അപ്പോൾ ആദ്യം തന്നെ അങ്ങ് ഓർഡർ ചെയ്ത്, എൻ്റെ മോനി വെറൈറ്റി ടേസ്റ്റ്, അത് കഴിച്ച് തന്നെ അറിയണം കേട്ടോ. അതും മസാല ദോശയ്ക്ക് 70 രൂപയേ ഉള്ളൂ. നമ്മളെവിടെയൊക്കെയാണെങ്കിൽ 140, 150 ഒക്കെ കൊടുക്കുകയും വേണം. ഹൊസപ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ നടക്കപ്പോഴാണ് ഹൊസപ്പേട്ട് ബസ് സ്റ്റാൻഡ് പറഞ്ഞത്. ഇവിടെ നിന്നാണ് ഹംപി ബസ് പിടിച്ച് പോകേണ്ടത്. ഞാൻ ഈ ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റുള്ള കടയിൽ നിന്നാണ് ദോശ കഴിച്ചത് കേട്ടോ. ഇവിടെ നിന്ന് ഓരോ അരമണിക്കൂർ വെച്ചിട്ടും ഹംപിയിലോട്ട് ബസ്സുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. നേരെ ടിക്കറ്റ് എടുക്കുക, പോവുക. പിന്നെ സീറ്റ് വേണമെന്നുള്ളവന്മാര് സീറ്റിൽ ഓടിക്കയറുന്നതിന് മുമ്പ് ജനലിൽ കൂടെ കുപ്പിയോ പാത്രമോ കയ്യിരിക്കണ എന്തെങ്കിലും എടുത്ത് സീറ്റിൽ വെച്ചാൽ ആ സീറ്റ് പിന്നെ നമ്മളെയാണ്. ആദ്യം ആര് കയറണേലല്ല കാര്യം, ആദ്യം സീറ്റിൽ സാധനം ഇടുന്നതിലാണ് കാര്യം. സോ അങ്ങനെ ഹംപിയിലെത്തി. ഇനി സ്റ്റേ കണ്ടുപിടിക്കുക. ഹംപി ഒരു വില്ലേജാണ്. അപ്പം റൂംസും ഹോട്ടൽസ് എല്ലാം ആ വില്ലേജിൻ്റെ അകത്താണ്. അപ്പം നമുക്ക് റൂം കണ്ടുപിടിക്കാൻ ആരും ധൃതിപ്പെടരുത്. അവിടെ എല്ലായിടവും റൂംസ് അവൈലബിളാണ്. സോ ആദ്യമേ ചാടിക്കയറി ഒരുത്തൻ്റെ വായിൽ വീഴല്. ഒരു റൂമിന് അവന്മാർ 1000, 1500 ഒക്കെ പറയും. ശരിക്കും 600, 1000 ഈ റേഞ്ചിൽ കിട്ടും. നമ്മൾ 3 പേരും കൂടെ 1200 രൂപ കൊടുത്ത്, അത് നമുക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് നമ്മൾ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന റേറ്റിൽ നിങ്ങൾ മേടിച്ചോണം. ഹായ്. സോ നമ്മൾ സൈക്കിൾ ഇപ്പോൾ റെൻറ്റിന് എടുത്തു. ഇനി നേരെ ഹംപിയിലെ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോകണേ. ഇതാ സൈക്കിള്, ഹീറോയുടെ സൈക്കിളായിട്ട് 3 പേരേൽ ഒരുത്ത അവിടെ നിന്ന് പറഞ്ഞു. വന്നിട്ട് നമ്മൾ ടൈം ഒട്ടും വേസ്റ്റ് ആക്കിയില്ലേ. ഉച്ചയ്ക്കൊന്ന് റൂം ചെക്ക് ഇൻ ചെയ്തു, നേരെ സൈക്കിൾ റെൻറ്റിനെടുത്തു, ഇറങ്ങി. ഓരോ സ്പോട്ടായിട്ട് ഇനി അങ്ങ് തുടങ്ങാം. ആദ്യം പോയത് കൃഷ്ണ ടെമ്പിൾ. ഇവിടുത്തെ കല്ലുകളിലെല്ലാം ഇവർ ചിത്രപ്പണി കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ വലിയ വലിയ മെസ്സേജും ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഈ അമ്പലത്തിന്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ കുറച്ച് പേര് ചെരുപ്പൊക്കെ ഊരി പുറത്തിട്ടതിന് ശേഷം കയറുന്നത്. ബാക്കിയുള്ളവർ അതും ഇട്ടുകൊണ്ടാണ് അകത്ത് കയറുന്നത്. അടുത്ത് പോയത് നരസിംഹസ്വാമി ടെമ്പിൾ. ഇതൊരു വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ. അതും എല്ലാം കല്ലി കൊത്തി വെച്ചത്. എന്നാ രസമെന്നറിയാമോ അടുത്തുനിന്ന് കാണാൻ. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ വലിയ ശിവലിംഗം വെച്ചിരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ. ആ അരുവിയിലെ വെള്ളം ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കുന്നത്. ഈ വെള്ളം ഓവർഫ്ലോ ആവത്തില്ല, അത് ട്രെയിനായി പോകാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം കൂടെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥലങ്ങളെല്ലാം കണ്ട് ടയേർഡ് ആയപ്പോഴാണ് ഗോലി സോഡ കാണുന്നത്. ഇത് ഫ്ലേവേർഡ് അല്ല, നോർമൽ സോഡ. പക്ഷെ കാണുന്നതിൻ്റെ അത്ര ഗുമ്പൊന്നും ഇല്ല കേട്ടോ. സംഭവത്തിൽ ഗ്യാസും ഇല്ല, പിന്നെ യുവമാർക്ക് ഇത് ഉണ്ടാക്കാനും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഒരു ടേസ്റ്റും ഇല്ല, വികാരം ഇല്ലാത്ത എന്തോ. ഇനി നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇവിടെ 3 തരത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. ഒന്ന് നടക്കാം, ഒന്ന് സൈക്കിൾ എടുക്കാം, പിന്നെ വണ്ടി റെൻറ്റിനെടുക്കാം. സൈക്കിളിൽ വരെ ഞാൻ പ്രിഫർ ചെയ്തില്ല, ബട്ട് അത്യാവശ്യം സ്റ്റാമിനയൊക്കെ ഉള്ളവർക്ക് സൈക്കിളിൽ പോകുന്നത് നല്ലത്. മീൻസ് നമ്മളെ പോലെ യങ്സ്റ്റേഴ്സ്. ബട്ട് ഒരു 35+-നൊക്കെ ഞാൻ ഒന്നും പ്രിഫർ ചെയ്തില്ല. ബിക്കോസ് ടയർഡാവും. ഇപ്പം നല്ല വെയിലാണ്. ദാറ്റ്സ് ദ മെയിൻ ഇഷ്യൂ. പോകുന്ന വഴി നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. അയ്യോ, എവിടെയെങ്കിലും ചെന്ന് കയറിയനെ. നമ്മൾ 3 കിലോമീറ്ററാണ് പോണേ. അങ്ങനെ നമ്മുടെ അരമണിക്കൂറത്തെ സൈക്കിൾ റൈഡിന് ശേഷം നമ്മളിതാ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിലായിട്ട്. ഇതൊരു വിരൂപാക്ഷ ടെമ്പിളാണ്. ഇതിൻ്റെ വ്യൂ ഇത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതിൽ നന്ദിയുടെ ഒരു വിഗ്രഹമുണ്ട്, പിന്നെ അകത്തൊരു ശിവലിംഗമുണ്ട്. ഇതെല്ലാം വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇത് കാണപ്പോഴും നമുക്ക് മനസ്സിലാവും. ഈ അമ്പലത്തിൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് അപ്പം അടുത്ത് നമ്മൾ കാണുന്ന ഒരു പള്ളി, ദർബാർ ഹാള്, വാച്ച് ടവർ, മാർക്കറ്റ്, ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു വലിയൊരു ഏരിയയാണ്. ഹംപിയിൽ മെയിനായിട്ട് 85ഓളം മെയിൻ സ്പോട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലായിടവും ഒന്നും പോകുന്നില്ല. അതിൽ തന്നെ കുറച്ച് ടോപ്പ് ടയർ നിൽക്കുന്ന സ്ഥലത്താണ് പോകുന്നത്. ഇതാണ് ക്യൂൻസ് ബാത്ത്. പേര് പോലെ തന്നെ റാണിമാർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. പക്ഷെ ഇത് ചെയ്തു വെച്ചിരിക്കുന്ന രീതി മോഡാൻ ബോൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. അത്രയും സെറ്റായിട്ടാണ് ചെയ്തു വെച്ചിരിക്കണേ. പിന്നെ ഇതിൻ്റെ വർക്കും അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടെത്തി. ഇത് കാണാനാണെങ്കിൽ പിരമിഡിൻ്റെ ബേസ് പോലെ ഉണ്ടല്ലേ. ഞാനും അത് എങ്ങനെയാണ് വിചാരിച്ചു. പക്ഷെ അതല്ല, ഇത് അതുക്ക് മേലെ. ഈ സാധനം കണ്ട, ഇതാണ് മോഡേൺ പൈപ്പ്. ഇതിലെ കൂടെയാണ് വെള്ളം ഒഴുകി വിടുന്നത് കേട്ടോ. ആവശ്യമുള്ള സ്ഥലത്തോട്ട് വെള്ളം എത്തിക്കും. നമ്മൾ ഈ മുൻപിൽ കാണുന്നതാണ് സ്റ്റെപ്പ് വെൽ. എന്നുവെച്ചാൽ ഈ നമുക്ക് ഇറങ്ങി ചെന്ന് വെള്ളം കോരിയെടുക്കാൻ പറ്റുന്ന കിണർ.
അത് ഇവിടത്തെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിൽ ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് കുറച്ച് മിനുക്ക് പണികളോടുകൂടി അലങ്കരിച്ച് ചെയ്ത ഒരു സ്ഥലം. ഇവിടെ എവിടെ നോക്കിയാലും പാറകൾ കുറെ കൂട്ടിയിട്ടത് പോലെ ഉണ്ട് കേട്ടോ. ഇതിന് മാത്രം പാറ എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ദേ നമ്മളിപ്പം നടന്നെത്താൻ പോകുന്നതാണ് ലോട്ടസ് മഹൽ. എന്നാ ഒരു വ്യൂ ആണെന്ന് അറിയാം. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴിങ്ങനെ നോക്കി നിൽക്കുകയാണേ, അത്രയ്ക്ക് ലുക്ക്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ റാണിമാർക്ക് വേനൽക്കാലത്ത് ചൂടേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലം. നമ്മൾ ശരിക്കും ഇപ്പം പോകാൻ പോകുന്ന സ്പോട്ടിലോട്ട് പോകണ്ടെന്നാ വിചാരിച്ചത്. കാരണം 35 രൂപ എടുക്കണം. അത് ഓൺലൈൻ സ്കാനൊക്കെ ചെയ്ത് ലോഗിൻ ചെയ്ത് പേര് നാളെല്ലാം കൊടുത്തതിന് ശേഷമാണ് അത് കാണുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകാം, നാളെ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വേണ്ട. ഇതാണ് എലിഫന്റ് സ്റ്റാപ്പിളെ. നേരിട്ടാണ് എന്നാ ഒരു ഭംഗിയാണെന്നറിയാമോ. നമ്മൾ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഇരട്ടി ഭംഗിയുണ്ട് ഇവിടെ. കുറെ പെൺകുട്ടികളാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അതിലും കുറെ ആർട്ട് വർക്ക് കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിലിങ്ങിലൂടെ ഞാൻ പിന്നെ പോവാത്തതാ. ഇവിടെ ക്യാമറ എവിടെ വയ്ക്കൂ അവിടെ എല്ലാം വ്യൂ. ഈ ഹംപി എന്ന് വെച്ചാൽ ഓൾഡ് സിറ്റി ആണല്ലോ. അപ്പം ചില സ്ഥലങ്ങളാണ് ഇങ്ങനെ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുക. അവിടെ ഒരുപാട് ടെമ്പിൾസും പിന്നെ പണ്ടത്തെ കുറേ ബിൽഡിങ്സ് എല്ലാം ഉണ്ട്. അപ്പം ഇതിന്റെ എൻട്രി ഒരിടത്താണേലും അകത്തോട്ട് കയറി കഴിഞ്ഞ് ഒരു 4-5 കിലോമീറ്റർ നടക്കാനുള്ളതുണ്ട്. 6 മണി കഴിഞ്ഞ് ഇവിടെ എല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ എല്ലാവരും പയ്യെ പയ്യെ ഇറക്കി വിടും. ഈ ഇറക്കി വിടുന്നത് ഇവർക്കൊരു പണിയാണ്. കാരണം വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടാണ് ഇവരെല്ലാവരും പറഞ്ഞു വിടുക. 5-6 കിലോമീറ്റർ ഇടയ്ക്കില്ലേ, എല്ലായിടത്തിനും തിരിച്ച് പറഞ്ഞു വിടണം. നമ്മൾ ഒരിക്കലും റഷ് ചെയ്ത് കാണേണ്ട സ്ഥലമല്ല ഹംപി. നമ്മളിപ്പം ജീവിക്കുന്ന സിറ്റി ഇല്ലേ, അതൊരു സമയം കഴിയപ്പോൾ നശിച്ചു പോയി ഇങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഈ ഹംപി. പണ്ടൊരു കാലത്ത് അത്രയും കൺജസ്റ്റഡും അത്രയും തിരക്കും വാണിജ്യമൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരുപാട് ഫലകങ്ങളിൽ ഹംപിയെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് പണ്ടത്തെ ഒരു ലോകം ചുറ്റി കാണുന്ന ഒരു സഞ്ചാരി ഈ ഹംപിയെ കണ്ടപ്പോൾ പറഞ്ഞത് റോമിനോളം വലിപ്പമുള്ളൊരു നഗരമായിരുന്നു ഇതെന്നാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞു. ഇനി നൈറ്റ് ഫുഡ് കഴിക്കാൻ പോകും. ഈ ഹംപി സൗത്തിൽ തന്നെ ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷനും ഫുഡും പിന്നെ അടുത്തുള്ള മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം ഇതിനോട് ചുറ്റിപ്പറ്റിയാണ്. അപ്പം ഇവിടെ മെയിനായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നില്ലല്ലോ. വേണ്ട മസാല ആവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് ഈ മസാലകളെല്ലാം ഇട്ടിട്ട് നടുക്ക് കണ്ട കിഴങ്ങ്. പക്ഷെ ഇതിൻ്റെ മസാല കുറവേട്ടാ. അളിയൻ്റെ അല്ല. അയ്യോ ഇതെന്ത് ഇതിലൊന്നുമില്ല. കോവലിൽ നിന്ന് പ്രസാദ് ഇതിനും കട്ടി കൊടുക്കും. ഇപ്പം അളിയൻ പ്ലെയിൻ ദോശ. ഒതന്റിക്ക് കഴിക്കണമെങ്കിൽ എവിടെ വരണം? കർണാടക വരണം. ഫുഡും കഴിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ ഗെയിം കളിച്ചോണ്ടിരിക്കും. ഇത് പണ്ട് കാലത്തെ തൊട്ടേ കളിക്കുന്ന ഒരു ഗെയിമാണ്. എൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ രണ്ടുപേരും നല്ല രസിച്ചിരുന്ന് കളിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളാണെങ്കിൽ ഇതെല്ലാം നോക്കി നിൽക്കുന്നുമുണ്ട്. ഇതിനോട് ചുറ്റിപ്പറ്റി തന്നെ കുറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഷോപ്പിംഗ് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. എല്ലാത്തിനും അറുക്കുന്ന വിലയാണ്. 50 രൂപയ്ക്കുള്ള മോതിരം ഇവിടെ ഇവർ 200-300 പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ കഴിഞ്ഞു. കണ്ടതെല്ലാം സൂപ്പറെങ്കിൽ ഇനി കാണാൻ പോകുന്നത് അതിലും സൂപ്പറാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.